ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ മഹാഭാഗവതം പ്രഥമസ്കന്ധം 2-ാം അധ്യായം നൈമിഷോപാഖ്യാനം തുടർച്ച. വ്യാസൻ പറഞ്ഞു: വിപ്രന്മാരുടെ ചോദ്യത്താൽ ഹൃഷ്ടനാരൗ മഹർഷിണി തയ്യാറായി മറുപടി ചൊല്ലുവാൻ സാഭിനന്ദനം. സൂതൻ പറഞ്ഞു: ആ ജന്മമുക്തൻ അനുപേതൻ യവന്റെ പൊക്കിൽ ദ്വൈപായനൻ വിരഹകാതരനായി വിളിച്ചു. ഹേ പുത്ര, ശാഖികളതെറ്റു പറഞ്ഞത് ആർക്കായി? ആ സർവഭൂത ഹൃദയന് നമസ്കരിപ്പേൻ. ആരോ നിജാനുഭവമാം ശ്രുതിസാരമേകം സംസാരികൾക്കിരുൾ കടത്തിവിടും പ്രദീപം കാരുണ്യമാർന്നരുളി സർവപുരാണതത്വം. ആ വ്യാസസൂനുമുനിയെ ഗുരുവാശ്രയം മേ. വ്യാസർ പറഞ്ഞു: 1-ാം അധ്യായത്തില് മുനികൾ ചെയ്ത 6 ചോദ്യങ്ങളിൽ 4 ചോദ്യങ്ങൾക്കുള്ള സമാധാനം 2-ാം അധ്യായത്തില് പറയുന്നുണ്ട്. ബ്രാഹ്മണര് ഇങ്ങനെയൊക്കെ ചോദിച്ചപ്പോ രോമഹർഷന പുത്രനായിട്ടുള്ള സൂതന് ഉഗ്രശ്രവസ് എന്നൊരു പേരും കൂടിയുണ്ട്. രോമഹർഷന മുനിയുടെ മകനാണ് ഉഗ്രശ്രവസ് എന്ന സൂതൻ. അപ്പൊ സൂതന് വലിയ സന്തോഷമായി. അവരുടെ വാക്കിനെ, എന്ന് വെച്ചാൽ ബ്രാഹ്മണരുടെ വാക്കിനെ അഭിനന്ദിച്ചു. എന്നിട്ട് സൂതൻ സമാധാനം പറയാൻ തുടങ്ങി. എന്താണ് പറയുന്നത്? സൂതൻ പറയാണ്, മഹർഷിമാരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ തുടങ്ങുന്ന സൂതൻ തൻ്റെ ഗുരുവായ ശുകബ്രഹ്മർഷിയുടെ സർവാത്മഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് നമസ്കരിക്കുകയാണ്. ശുകബ്രഹ്മർഷിയുടെ സമ്പ്രദായമാണ് ഇനി പറയുന്നത്. എങ്ങനെയുള്ള ആളാണ് ശുകബ്രഹ്മർഷി? കർമ്മമാർഗങ്ങളിൽ നിന്ന് ഒഴിഞ്ഞ ആളാണ്. അതുകൊണ്ടൊക്കെ ഉപനയനം തുടങ്ങിയിട്ടുള്ള കർമാധികാരത്തെ സ്വീകരിച്ചിട്ടില്ല. സർവവും ഉപേക്ഷിച്ച് ആത്മാരാമനായിട്ട് സ്വന്തം അച്ഛനായ വ്യാസശ്രീയെയും വെടിഞ്ഞിട്ട് സന്യസിച്ചു പോവുകയാണ്. ആ ശുകബ്രഹ്മർഷിയുടെ വിരഹം നിമിത്തമുള്ള ദുഃഖം സഹിക്കാൻ വയ്യാതെ വ്യാസൻ പുത്ര എന്ന് അത്യുച്ചത്തിൽ വിളിച്ച് കരയാണ്. അപ്പൊ 4 ഭാഗത്തും നിൽക്കുന്ന മരങ്ങളും ആ ശബ്ദത്തെ തന്നെ പുറപ്പെടുവിച്ചു. എങ്ങും ശുകമയമായി ഭവിച്ചു. എന്താണ്? ശുകൻ ആത്മമാത്രനാണ്. വ്യാസനാകട്ടെ പുത്രസ്നേഹം ഇപ്പോഴും ഉണ്ട്. ശുകന് പിതാവ് വൃക്ഷം എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. വ്യാസനാകട്ടെ മകനോടുള്ള സ്നേഹം കൊണ്ട് പുത്ര എന്ന് വിളിച്ചിട്ട് പിന്നാലെ പയ്യാണ്. പക്ഷേ പുത്രസ്നേഹ രൂപമായിട്ടുള്ള ആ കയറിനെ മുറിക്കാൻ വേണ്ടിയിട്ട് ഈ മാതിരി ഒരു ശബ്ദം വൃക്ഷങ്ങളും ഉണ്ടാക്കുകയാണ്, പുത്രാന്ന്. അപ്പൊ വ്യാസന്റെ മാത്രം പുത്രനല്ല ശുകൻ, വൃക്ഷങ്ങളുടെയും പുത്രനാണ്. സർവഭൂതങ്ങളിലും ഒരേ സമയത്ത് പ്രവേശിക്കാൻ തക്ക മഹിമയുള്ള സർവാത്മാവാണ് ശുകബ്രഹ്മർഷി. ആ ശുകബ്രഹ്മർഷിയാണ് കഥ പറഞ്ഞത്, ഭാഗവതം കഥ പറഞ്ഞത്. ആ ശുകബ്രഹ്മർഷിയെ ഞാൻ നമസ്കരിക്കുന്നു. വൃക്ഷങ്ങളും പുത്ര എന്ന് പറഞ്ഞതുകൊണ്ട് സർവാത്മാവായ തനിക്ക് പിതൃപുത്രഭാവം ഇല്ല എന്ന് ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു. ലോകജീവിതമാകുന്ന ഘോരമായ അന്ധകാരത്തെ കടക്കാൻ ആഗ്രഹിക്കുന്ന ലൗകികന്മാരോട് കരുണയാണ്, വളരെയധികം കരുണയുണ്ട്. അതുകൊണ്ട് അസാധാരണമായ മഹിമയുള്ള വേദസാരം അടങ്ങിയിട്ടുള്ള ആത്മസ്വരൂപത്തെ നന്നായി പ്രകാശിപ്പിക്കുന്ന പുരാണ രഹസ്യത്തെ വേറെ എടുത്ത് ഉപദേശിച്ചിരിക്കുന്നത് കൊണ്ട് മുനികളുടെ ഗുരുവായ വ്യാസപുത്രനെ ഞാനിതാ ശരണം പ്രാപിക്കുന്നു.
നരോത്തമൻ നരൻ നാരായണൻ വാഗ്ദേവി എന്ന പോൽ വ്യാസനും വഴികാട്ടാവൂ കഥിച്ചിടുന്നു ഞാൻ ജയം. മുനിമാരെ ഭവാൻമാർത്തൻ ചോദ്യമേ ലോകമംഗളം കൃഷ്ണനെ പറ്റിയാവുമ്പോൾ എന്തും ആത്മപ്രസാദകം. അഹൈതുകാ പ്രതിഹതം ഇന്ദ്രിയാതീത ഭക്തിദാൻ പരധർമ്മം അതാത്മാവിന്നേകും നിത്യപ്രസന്നത. ഭഗവാൻ വാസുദേവങ്കൽ ഭക്തിയാ നാം ബദ്ധരാവുകിൽ ജനിച്ചിടുന്നു വൈരാഗ്യം സൂക്ഷ്മജ്ഞാനം അഹൈതുകം. ധർമ്മം സ്വനിഷ്ഠിതം പോലും വിശ്വക്സേന കഥാരതി ജനിപ്പിപ്പില്ലെങ്കിൽ വൃഥാ വ്യായാമം മാത്രമായി വരും. മുക്തി നേടാനാണു ധർമ്മം അർത്ഥത്തിനല്ലൊരിക്കലും കാമത്തിനല്ലർത്ഥം അതു ധർമ്മത്തിനെന്നു കീർത്തിതം. ഇന്ദ്രിയ പ്രീത്യർത്ഥമല്ല കാമം അസ്തിത്വഹേതുകം ജീവനു ലക്ഷ്യം തത്വേച്ഛ കർമായത്താർത്ഥമായിടാ. അദ്വയജ്ഞാനമേ തത്വമെന്നു ചൊൽവൂ മനീഷികൾ ബ്രഹ്മവും പരമാത്മാവും ഭഗവാനും ഒരേ പൊരുൾ. നരൻ നാരായണൻ എന്നീ മഹർഷിമാര് വാഗ്ദേവതയായ സരസ്വതി ദേവി വ്യാസർ എന്നിവരെ വന്ദിച്ച ശേഷം ഈ ജീവിതമാകുന്ന സങ്കടത്തെ ജയിക്കാനുള്ള മാർഗത്തെ ഉപദേശിക്കുന്നതായിട്ടുള്ള പുരാണം ആരംഭിക്കണം എന്നുള്ള ന്യായം കൊണ്ട് ഞാൻ അവരെയൊക്കെ നമസ്കരിച്ചിട്ട് ഈ ജയം എന്ന് പറയുന്ന ഗ്രന്ഥത്തെ ആരംഭിക്കുകയാണ് എന്ന് പറയണു. അല്ലയോ മുനിമാരെ, ലോകത്തിന് മംഗളമുണ്ടാക്കുന്ന ശ്രീകൃഷ്ണന്റെ ചരിത്രത്തെക്കുറിച്ച് നിങ്ങൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പരമധന്യനായി. കാരണം ശ്രേയസ് ഉണ്ടാക്കുന്ന കൃഷ്ണകഥ പറയാൻ നിങ്ങളുടെ ചോദ്യം കാരണമായി വന്നിരിക്കുന്നു. അങ്ങനെ നിങ്ങൾ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണെന്ന് വെച്ചാല് ശ്രീകൃഷ്ണ കഥ പറയുന്നവരുടെയും കേൾക്കുന്നവരുടെയും മനസ്സിനെ ഏറ്റവും പ്രസന്നമാക്കുന്നതാണ് ആ ഭഗവാന്റെ കഥ. ഏത് തരത്തിലുള്ള പ്രവൃത്തി കൊണ്ട് ആണ് ഫലകാംക്ഷയോടുകൂടാത്ത ഇളക്കമില്ലാത്ത ഭക്തി ശ്രീകൃഷ്ണ ഭഗവാനിൽ ജനങ്ങൾക്കുണ്ടാകുന്നത്, ആ പ്രവൃത്തി തന്നെ നാശമില്ലാത്ത ഫലത്തെ നിശ്ചയമായിട്ടും ജനിപ്പിക്കും. അതാണ് പരമധർമ്മം. എന്തുകൊണ്ടെന്നാൽ ഭക്തി ഉണ്ടാവുമ്പോ മനസ്സ് രജസ്തമോ ഗുണവൃത്തികളെ ഒക്കെ വെടിയും. എന്നിട്ട് സത്വഗുണം മാത്രമായിട്ട് മാറും. ആ സത്വഗുണം മാത്രമായിട്ട് മാറിയാല് മനസ്സ് പരമാനന്ദം സ്ഫുരിക്കാൻ യോഗ്യതയുള്ളതായിട്ട് മാറും. സ്വർഗം മുതലായിട്ടുള്ളവയെ ആഗ്രഹിച്ചുകൊണ്ട് ഈശ്വരനെ ആരാധിക്കുന്നത് താണനിലയാണ്. ഒരു ഫലത്തിലും ആകാംക്ഷ ഇല്ലാതെ പ്രതീക്ഷ ഇല്ലാതെ ഭഗവാനെ ഭജിക്കുന്നതാണ് പരമാനന്ദത്തിന് കാരണം. അതുകൊണ്ട് അതാണ് ഉയർന്ന നില എന്ന് പറയുന്നു. ഇവിടെ ഒരു ആദ്യത്തെ ചോദ്യമുണ്ട്, ആദ്യത്തെ പ്രശ്നമുണ്ട്. എന്താ അത്? സർവശാസ്ത്രപരമായിട്ടും നിശ്ചയമായും ശാശ്വത ഫലത്തെ ജനിപ്പിക്കുന്ന ധർമ്മം എന്താണ് എന്ന്. അപ്പൊ എന്താ ഉത്തരം? ശ്രീകൃഷ്ണനിൽ പരമപ്രേമം ഉണ്ടാവുക, അതാണ് ഉത്തമധർമ്മം എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നു. യജ്ഞം, ദാനം, തപസ് എന്നിവ കൊണ്ട് ഉണ്ടായിട്ടുള്ള ജ്ഞാനമല്ലേ മോക്ഷത്തിന് കാരണം? ഭക്തി കൊണ്ട് മോക്ഷം സിദ്ധിക്കുന്നത് എങ്ങനെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജ്ഞാനം, വൈരാഗ്യം തുടങ്ങിയിട്ടുള്ള ഐശ്വര്യങ്ങൾ നിറഞ്ഞ മഹിമയോടുകൂടിയ ശ്രീകൃഷ്ണനില് പരമപ്രേമം, ആ പരമപ്രേമം ലക്ഷണമായിരിക്കുന്ന ഭക്തി. ഭക്തി പറഞ്ഞ എന്താണ്? ഭഗവാനില് പരമമായ പ്രേമം, ഭഗവാൻ അല്ലാതെ താൻ ഇല്ലാണ്ടാവുക.
നമ്മൾ എന്ന് പറയുന്നത് ഇല്ലാതായിട്ട് ഭഗവാൻ മാത്രമായിട്ട് മാറുന്ന അവസ്ഥയാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തി ഉറയ്ക്കും തോറും അന്യങ്ങളായിട്ടുള്ള തുച്ഛ വിഷയങ്ങള് നമ്മളിങ്ങനെ പലതിനും വേണ്ടി ഭഗവാനോട് ചോദിക്കണില്ലേ, അത് തരൂ, ഇത് തരൂ, അങ്ങനെയാക്കൂ, ഇങ്ങനെയാക്കൂ. അത്തരം വിഷയങ്ങളിലൊന്നും താല്പര്യമേ തോന്നാതെ വരിക എന്നുള്ള ഒരു വൈരാഗ്യത്തിന്റെ അവസ്ഥ ബലപ്പെട്ടു വരും. അങ്ങനെ വരുമ്പോ അന്ധകരണം, അന്തരംഗം പരിശുദ്ധമാകുന്നു. അപ്പൊ എന്തുണ്ടാവും? ഉപനിഷത്തുകളിൽ പറഞ്ഞിരിക്കുന്ന ആത്മസ്വരൂപത്തിന്റെ ജ്ഞാനം ഉണ്ടാകുന്നു. അതുകൊണ്ട് ഭക്തി ജ്ഞാനത്തിലേക്കുള്ള വഴിയാകുന്നു, ജ്ഞാന സാധന ആകുന്നു. വർണ്ണാശ്രമാദികൾക്ക് നിശ്ചയിച്ചിട്ടുള്ള ധർമ്മത്തെയൊക്കെ അനുഷ്ഠിച്ചു വെച്ചാലും ആ അനുഷ്ഠാനം ഭഗവാന്റെ കഥകളില് താല്പര്യമുണ്ടാക്കാൻ തക്ക വിധം അന്ധകരണ ശുദ്ധി നമ്മൾ ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, അധ്വാനം മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ എന്താ വെച്ചാല് വർണ്ണാശ്രമം ധർമ്മം എന്ന് പറഞ്ഞാല് വർണ്ണം, ഓരോ വർണ്ണത്തിനും എല്ലാ വർണ്ണങ്ങൾക്കും ആശ്രമങ്ങളുണ്ടല്ലോ. ആ ധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു പോന്നാലും ഭഗവത് ഭക്തി ഉണ്ടാവില്ല വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യമില്ല. ധർമാനുഷ്ഠാനങ്ങളുടെയൊക്കെ ഫലം വേണ്ടത് അന്ധകരണ ശുദ്ധിയാണ്. അന്ധകരണ ശുദ്ധി ഉണ്ടാവണമെങ്കിലോ ഭഗവത് കഥയില് താല്പര്യം ഉണ്ടാവണം. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന് പറഞ്ഞിട്ട് പുരുഷാർത്ഥങ്ങള് 4 ഉണ്ടല്ലോ. അപ്പോ ധർമ്മം എന്താണ്? നമ്മൾ ചെയ്യുന്ന ധർമ്മങ്ങളൊക്കെ അർത്ഥത്തിന് വേണ്ടിയിട്ടാണ്. അർത്ഥം എന്ന് പറഞ്ഞാൽ ധനം സമ്പാദിക്കാൻ വേണ്ടിയിട്ടാണ്. ധനം സമ്പാദിക്കുന്ന എന്തിനാണ്? നമ്മളുടെ ആഗ്രഹങ്ങള്, കാമങ്ങള് സാധിക്കാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ടോ ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അതിനുശേഷം മോക്ഷം, മോചനത്തിന് വേണ്ടിയിട്ടാണ് എന്നൊക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല എന്ന് പറയുന്നു. എന്താ അത്രേ? ധർമ്മം എന്ന് പറയുന്നത് മോക്ഷത്തിലേക്കാണ് കൊണ്ടുവരേണ്ടത്. അർത്ഥം, കാമം എന്ന ഇടയിലുള്ള 2 പ്രാധാന്യം കുറവ് കൊടുത്തിട്ട് ധർമ്മം എന്ന് പറയുന്നത് മോക്ഷം സാധിക്കാനുള്ള മുഖ്യ സാധനയിലേക്ക് എത്തണം. പ്രപഞ്ച ജീവിതത്തിൽ ഇതൊക്കെ ഉണ്ടെങ്കിലും സങ്കടങ്ങളുണ്ട്. ആ സങ്കടങ്ങളെ നശിപ്പിച്ചിട്ട് നിത്യാനന്ദം തരുന്ന മോക്ഷം സാധിക്കാൻ വേണ്ടിയിട്ട് ആണ് മുഖ്യ സാധനയായിട്ടുള്ള ധർമ്മം പ്രയോജനപ്പെടുത്തേണ്ടത്. അത് അർത്ഥത്തെ ജനിപ്പിക്കലും മാത്രല്ല, അർത്ഥം നശ്വരമാണ്. അതിൻ്റെ ഒരു പ്രാപ്തി നിസ്സാരമായ സുഖത്തെ അല്ലാതെ ശാശ്വതമായ സുഖത്തെ നൽകുന്നില്ല. അതുകൊണ്ട് അർത്ഥത്തെ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം, ധനം സമ്പാദിക്കുന്നത് കൊണ്ട് മാത്രം ധർമ്മം കൃതാർത്ഥമായി വരില്ല. അതുപോലെ തന്നെ ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന അർത്ഥത്തെ, എന്തിനാണ് ധനം? ധർമ്മത്തെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. അത് നമ്മൾ ചെലവാക്കുന്നത് എന്തിനാണ്? പഞ്ചേന്ദ്രിയങ്ങളുടെ പ്രീതിക്ക് വേണ്ടിയിട്ട്. കണ്ണ്, മൂക്ക്, ചെവി, നാക്ക്, ശരീരം, ഇതിനു വേണ്ടിയിട്ട് മാത്രം ഇങ്ങനെ അർത്ഥം ചെലവാക്കിക്കൊണ്ട് ഇരിക്കുകയാണ് നമ്മള്. അവസാനം എല്ലാ ഭോഗങ്ങളും കഴിഞ്ഞാൽ ഇന്ദ്രിയപ്രീതി വരും. ഇന്ദ്രിയപ്രീതി, ഇന്ദ്രിയങ്ങൾ നശിക്കുന്നതോട് കൂടിയിട്ട് ഇന്ദ്രിയപ്രീതി അവസാനിക്കും. കണ്ണിന് പറ്റാതെ ആവുമ്പോ അതിൽ കാര്യം ഉണ്ടാവും. രുചി ഇല്ലാണ്ട് ആവുമ്പോ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. ചെവി ഇല്ലാണ്ട് ആവുമ്പോ കേൾവിയുടെ സന്തോഷം നമുക്ക് കിട്ടുന്നില്ല. മനസ്സ് കയ്യിൽ നിന്ന് പോയാല്, മനസ്സ് പിടിവിട്ടു പോയാൽ പിന്നെ അതിനു വേണ്ടി ചെയ്തതും കാര്യമില്ലാണ്ടാവും. അപ്പോ ഇന്ദ്രിയാദികൾക്ക് വേണ്ടി അർത്ഥം ചെലവാക്കുന്നത് നശ്വരമാണ്, തുച്ഛമാണ്, തെറ്റായ വിധത്തില് ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഇനി കാമത്തിന്റെ പ്രയോജനം എന്താണ്? അത് ഇന്ദ്രിയപ്രീതി അല്ല. ഇന്ദ്രിയങ്ങള് തൃപ്തി പ്രാപിക്കുകയില്ല. എന്തൊക്കെ കിട്ടിയാലും ഇന്ദ്രിയങ്ങൾ തൃപ്തി ഉണ്ടാവില്ല. വീണ്ടും വീണ്ടും ആഗ്രഹിക്കുകയാണ് ചെയ്യുള്ളൂ. എത്രമാത്രമുള്ള വിഷയ ഉപഭോഗം കൊണ്ട് ജീവിച്ചിരിക്കാൻ കഴിയുമോ അത്രമാത്രമുള്ള വിഷയസേവ ചെയ്യുന്നതാണ് കാമത്തിന്റെ മുഖ്യ പ്രയോജനം. നമുക്ക് ജീവൻ നിലനിർത്താൻ എത്ര ആണോ വേണ്ടത് അതേ ആവശ്യമുള്ളൂ.
ജീവനത്തിന്റെ പ്രയോജനം എന്ന് പറഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്തിട്ട് അർത്ഥാദികളെ വീണ്ടും വീണ്ടും സമ്പാദിക്കാനല്ല. ഏതൊന്നിനെ അറിഞ്ഞാലാണ് ഈ പ്രപഞ്ച ജീവിതത്തിൽ ദുഃഖം അവസാനിക്കാൻ പോകുന്നത്, ദുഃഖം അനുഭവിക്കാൻ ഇനി ഒരിക്കലും സംഗതി വരാത്തത്, ആ പരമതത്വത്തെ അറിയാൻ ഉപകരിക്കുന്ന പ്രവൃത്തി ചെയ്യുന്നതാണ് ജീവിക്കുന്നതിന്റെ പരമപ്രയോജനം അല്ലെങ്കിൽ ധർമ്മം എന്ന് പറയുന്നത്. എന്താണ് തത്വം എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഇനി. തത്വം എന്താണെന്ന് അറിയാനുള്ള ആഗ്രഹം അറിയാനുള്ള ആഗ്രഹം തന്നെയല്ലേ? ധർമ്മം തന്നെയല്ലേ തത്വം എന്നുള്ള അഭിപ്രായം ചിലർക്കൊക്കെ ഉണ്ട്. തത്വസ്വരൂപത്തെ നന്നായി അറിഞ്ഞ ഋഷിമാര് അദ്വൈതമായ ജ്ഞാനമാണ് പരമതത്വം എന്ന് പറയുന്നു. എപ്പോഴും ഓരോ നിമിഷവും മാറിക്കൊണ്ടിരിക്കുന്ന ജ്ഞാനമല്ല, മാറ്റില്ലാത്ത ഏകരൂപമായിട്ടുള്ള ജ്ഞാനം ആണ് സത്യം എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അദ്വയം എന്ന പദം ഉപയോഗിക്കുന്നത് ഇവിടെ. ഒരേ മുനിമാര് അദ്വൈജ്ഞാനമാണ് തത്വം എന്ന് മനീഷികളായിട്ടുള്ള മുനിമാര് പറഞ്ഞിട്ടുണ്ട്. അദ്വൈജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രകൃതിയും പുരുഷനും ഒന്നാണ് എന്ന ബോധമാണ് അദ്വൈജ്ഞാനം. ഈശ്വരനിൽ നിന്ന് വേറിട്ടല്ല ബാക്കിയുള്ളത് ഒന്നും എന്നുള്ള അറിവാണ് അദ്വൈജ്ഞാനം എന്ന് പറഞ്ഞാല്. ഉപനിഷത്തുകളെ പ്രമാണമായി നിശ്ചയിച്ചിരിക്കുന്ന തത്വജ്ഞന്മാര് പരമാർത്ഥ തത്വത്തെ ബ്രഹ്മം എന്ന് പറയുന്നു. ഹിരണ്യ ഗർഭോപാസകന്മാര് ആ തത്വത്തെ പരമാത്മാവ് എന്ന് പറയുന്നു. ഭക്തന്മാര് അതിനെ തന്നെ ഭഗവാൻ എന്നും പറയുന്നു. അപ്പൊ ബ്രഹ്മവും പരമാത്മാവും ഭഗവാനും ഒക്കെ ഒന്നു തന്നെ. അതുതന്നെയാണ് പ്രകൃതി, അതുതന്നെയാണ് എല്ലാം. അതിൽ നിന്ന് വേറിട്ട് ഒന്നും തന്നെ ഇല്ല എന്നുള്ള ചിന്തയാണ് അല്ലെങ്കിൽ ഉറപ്പാണ് അദ്വയം, അദ്വൈജ്ഞാനം എന്ന് പറയുന്നത്. മുനിമാർ ജ്ഞാനവൈരാഗ്യ ശ്രദ്ധയുള്ളവർ ഭക്തിയാൽ ആത്മാവിൽ ആത്മാവിനെ കണ്ടറിവൂ. ശ്രുതി സിദ്ധിയാൽ ബ്രാഹ്മണ ശ്രേഷ്ഠരെ വർണ്ണാശ്രമ ധർമാനുസാരികൾ സ്വനുഷ്ഠിത സ്വധർമ്മത്താൽ നേടേണ്ടു ഹരിതോഷണം. അതിനാൽ ഭക്തർ തന്നാഥൻ ഹരി ഏകമനസ്സോടെ ശ്രോതവ്യന്ധേയനും കീർത്തനീയനും പൂജനീയനും. ആർത്തൻ അനുധ്യാനം അറുത്തിടുന്നു കർമ്മവാസന. അവന്റെ കഥ കേട്ടാനന്ദിക്കില്ലേതു വിവേകികൾ. തീർത്ഥ സംസേവയാൽ വിദ്വൽ സേവയാലും വിവേകികൾ ബ്രഹ്മജ്ഞരെ സമാർജിപ്പൂ. വാസുദേവ കഥാരുചി കൃഷ്ണൻ നിജകഥാസക്ത സജ്ജനാന്തർഹിതങ്ങളിൽ നിയന്ത്രിപ്പൂ. വാസനയെ പുണ്യശ്രവണ കീർത്തനൻ സദാ ഭാഗവതന്മാരെ സേവിച്ചുൾത്തെളിവോലുകിൽ ഉത്തമ ശ്ലോക ഭഗവത് ഭക്തി തോന്നുന്നു. നൈഷ്ഠികി രജസ്തമോ ഗുണഫല കാമലോഭാദി തൽക്ഷണം മായുന്നു. സത്വപ്രസാദം വഹിപ്പൂ ശാന്തചേതന. നേരത്തെ പറഞ്ഞ പോലെ പല പേരുകളിൽ പറഞ്ഞ ആ പരമാത്മ തത്വത്തെ അറിയാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന മുനിമാര് ആ അറിവിനെ പറ്റി പ്രതിപാദിക്കുന്ന വേദാന്തങ്ങളെ ഉപനിഷത്തുകളെ ഒക്കെ ആചാര്യമുഖത്തിൽ നിന്ന് കേൾക്കുന്നു. അപ്പോ നാശരഹിതമായ ഒരു തത്വമുണ്ട് എന്നുള്ളൊരു പരോക്ഷജ്ഞാനം അവർക്കുണ്ടാവുന്നു. അതിന്റെ വളർച്ചയോടുകൂടി മറ്റു വിഷയങ്ങളിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു വരും. ആ തത്വത്തിൽ മാത്രം പരമപ്രേമലക്ഷണയായിട്ടുള്ള ഭക്തി ജനിക്കും. ആ ഭക്തി കൊണ്ട്
ശരീരം മുതലായിട്ടുള്ള ജഡതത്വങ്ങളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഈ ശരീരത്തിന്റെ ഉള്ളിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുന്ന ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്ന ജീവാത്മാവില് പരമാത്മാവിനെ അറിയാൻ അവർക്ക് കഴിയും. ജീവാത്മാവും പരമാത്മാവും ഒന്നു തന്നെ എന്നൊരു അനുഭവം അപ്പോ ആ മുനിമാർക്കുണ്ടാവും. അതുകൊണ്ട് അല്ലയോ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരെ, ബ്രാഹ്മണാദി വർണ്ണഭേദങ്ങളെ, ബ്രഹ്മചര്യാദി ആശ്രമങ്ങളെയൊക്കെ അവലംബിച്ചിട്ട് ഓരോരുത്തരും അവരവർക്ക് വിധിച്ചിരിക്കുന്ന നിത്യ നൈമിത്തിക കർമ്മങ്ങളെ ശ്രദ്ധയോടെ നടത്തി വരുന്നുണ്ട്. അതിന്റെ ശരിയായ ഫലപ്രാപ്തി അർത്ഥലാഭമല്ല, പൈസ കിട്ടലല്ല. ഈ ബ്രാഹ്മണന്മാരും അതുപോലെ ക്ഷത്രിയന്മാരും വൈശ്യന്മാരും ശൂദ്രന്മാരും അല്ലെങ്കിൽ എല്ലാതരം തൊഴിലെടുക്കുന്ന ആളുകൾ നടത്തുന്ന ജോലികളുടെയൊക്കെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് പൈസ കിട്ടലല്ല. ശ്രീഹരിയെ സന്തോഷിപ്പിക്കാൻ ഉപകരിക്കുന്ന ആരാധനമാണ്. എല്ലാ കർമ്മങ്ങളും ഭഗവാനെ സന്തോഷിപ്പിക്കാൻ ഉപകരിക്കുന്ന ആരാധനയാവണം. അതാണ് ധർമ്മം. അങ്ങനെയാണ് കർമ്മത്തെ നമ്മൾ ധർമ്മമാക്കി മാറ്റേണ്ടത്. ഭക്തിയില്ലാത്ത ധർമാനുഷ്ഠാനം കേവലം ശ്രമം മാത്രമേ ആവുള്ളൂ. അതുകൊണ്ട് ഭക്തി ഉണ്ടാവണം എന്ന മുഖ്യ ഉദ്ദേശത്തോടു കൂടി ധർമ്മത്തെ അനുഷ്ഠിക്കണം. അതാണ് ഭാഗവതത്തിന്റെ മതം. ഈ പദ്യം കൊണ്ട് ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് മുനിമാരെ, ഏകാഗ്രമായ മനസ്സോടുകൂടി ഭക്തന്മാരെ പരമസങ്കടത്തിൽ നിന്ന് രക്ഷിക്കുന്ന നാഥനായ ഭഗവാനെ കുറിച്ച് തന്നെ നിത്യവും നിങ്ങൾ കേൾക്കണം, കീർത്തിക്കണം, ധ്യാനിക്കണം, പൂജിക്കണം. ഇതുവരെയുള്ള പദ്യം കൊണ്ട് ഭക്തി ഇല്ലാത്ത ധർമ്മം വ്യർത്ഥമാണ് എന്ന് പറഞ്ഞു. ഇനി എങ്ങനെയാണ് ഭക്തി മുക്തിയെ നൽകുക എന്ന് പറയാണ്. ഏതൊരു ഭഗവാന്റെ സ്വരൂപധ്യാനമാകുന്ന ഖഡ്ഗത്തോടുകൂടി, വാളോടുകൂടി ആരാണ് ഇരിക്കുന്നത്? വിദ്വാന്മാര്. അവര് അഹങ്കാരത്തെ വർദ്ധിപ്പിക്കുന്ന കർമ്മത്തെ മുറിച്ചു കളയുന്നു. കർമ്മം ചെയ്യാതിരിക്കുക എന്നുള്ളതല്ല, ആ കർമ്മത്തിലെ ഫലകാംക്ഷയെ, ആ കർമ്മത്തിലെ ഉടമസ്ഥാതാബോധത്തെ മുറിച്ചു കളയുന്നു. ഭഗവാനിലുള്ള സ്നേഹം കൊണ്ട് അതില്ലാണ്ടാക്കുന്നു. ഞാൻ കർമ്മം ചെയ്യുന്നവൻ, ഞാൻ കർമ്മം ഫലം അനുഭവിക്കുന്നു, ഇങ്ങനെയുള്ള വിചാരം, ഞാൻ എന്നുള്ള വിചാരം ക്രമത്തില് നശിപ്പിക്കും. ക്രമത്തില് മനുഷ്യൻ നശിപ്പിക്കും. ആ വിചാരത്തെ പതുക്കെ പതുക്കെ നശിപ്പിക്കുകയാണ്. എങ്ങനെ നശിപ്പിക്കാൻ കഴിയുന്നത്? ഭഗവാനിലുള്ള പരമപ്രേമം കൊണ്ട്, ഭക്തി കൊണ്ട്. അതുകൊണ്ട് ഭഗവാന്റെ പ്രേരണയാൽ എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നു. അതിലുള്ള പുണ്യവും പാപവും ഒക്കെ ഭഗവാന്റെ പാദപത്മങ്ങളിൽ സമർപ്പിക്കുന്നു. അങ്ങനെ കർമ്മം അനുഷ്ഠിക്കുന്നു. അങ്ങനെ അനുഷ്ഠിക്കാൻ എന്ന ആൾക്കാരാണ് ഭഗവാന്റെ കഥകളെ കേൾക്കണം എന്നുള്ള ശ്രദ്ധ ഉണ്ടാവുന്നത്. ആ ശ്രദ്ധ ഉണ്ടായത് കൊണ്ട് തന്നെ അഹങ്കാരത്തെ നശിപ്പിക്കാനുള്ള വാളായിട്ട് ഭഗവാന്റെ കഥ അല്ലെങ്കിൽ ഭഗവാന്റെ കഥയിലുള്ള താല്പര്യം മാറി വരികയാണ്. അല്ലെങ്കിൽ അത് അഹങ്കാരം നശിപ്പിക്കാൻ സഹായിക്കുന്നു. ഭഗവത് കഥയിലുള്ള സന്തോഷം, ആഗ്രഹം എന്ന് പറയണു. ഇനിയാണെങ്കിൽ ഭക്തി മുക്തിക്ക് കാരണമാണെന്ന് പറഞ്ഞുല്ലോ. അത് ഉണ്ടാക്കാനുള്ള മാർഗം പറയാണ്. ഭക്തി ഉണ്ടാക്കാനുള്ള മാർഗം എന്താ? പാപങ്ങളെ നശിപ്പിക്കുന്നു, പുണ്യത്തെ വർദ്ധിപ്പിക്കുന്നതിനും ശക്തിയുള്ള പുണ്യതീർത്ഥങ്ങളിൽ സ്നാനം ചെയ്യുക, ക്ഷേത്ര ദർശനം ചെയ്യുക. ഇതുകൊണ്ടൊക്കെ മഹാന്മാരെ സേവിക്കാൻ ഇടവരും. അപ്പൊ എന്താണ് പുണ്യതീർത്ഥങ്ങളിലും അമ്പലങ്ങളിലൊക്കെ പോയാലുള്ള ഗുണം? അവിടെ വെച്ചിട്ട് മഹത്തുക്കളെ കണ്ടുമുട്ടും. അപ്പൊ അവര് പറയുന്ന ഹരികഥകൾ കേൾക്കണം എന്നുള്ള ആശ ഉണ്ടാവും. ആ വിധം ഭഗവാന്റെ കഥയില് സന്തോഷം ഉണ്ടാവും. അങ്ങനെ സജ്ജനങ്ങൾക്ക് സൽഫലത്തെ നൽകുന്ന കേൾക്കുക, കീർത്തിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ താല്പര്യമുള്ളവരുടെ പുണ്യത്തെ വർദ്ധിപ്പിക്കുന്ന ഭഗവാൻ തൻ്റെ കഥ കേൾക്കുന്നവരുടെ ഹൃദയത്തിലിരുന്നിട്ട് കാമാദി ദുർവാസനകളൊക്കെ നശിപ്പിക്കും. കഥ കേൾക്കാത്തവരുടെ ഹൃദയത്തിലും കൃഷ്ണൻ ഇല്ലേന്ന് ശങ്ക ഉണ്ടാവും. ഉണ്ടല്ലോ, കൃഷ്ണൻ എല്ലായിടത്തും ഉണ്ടല്ലോ. പക്ഷേ കഥാശ്രവണം കൊണ്ട് ആ കൃഷ്ണസത്ത ഉദ്ദീപിപ്പിക്കപ്പെടും. ഉള്ളിലുള്ള കൃഷ്ണൻ ഇങ്ങനെ തെളിഞ്ഞ് തെളിഞ്ഞ് തെളിഞ്ഞു വരും. അപ്പൊ പാപം നശിക്കും. അങ്ങനെ തെളിഞ്ഞു വരുമ്പോ അങ്ങനെ ഹൃദയമുള്ളവരുടെ പാപം നശിക്കും. വിറകുകളിൽ സ്വതേ അഗ്നി ഉണ്ട്. ആ അഗ്നി വിറകിനെ നശിപ്പിക്കില്ല. ആ അഗ്നി കടഞ്ഞിട്ട് അല്ലെങ്കിൽ കത്തിച്ചിട്ട് ഉജ്ജ്വലിപ്പിച്ചാല്
മരത്തെ ദഹിപ്പിക്കുന്ന പോലെയാണ് ഇത് സംഭവിക്കുക. എല്ലാ ദിവസവും ഭഗവത് ഭക്തന്മാരോടുള്ള ചേർച്ച കൊണ്ട് ഭാഗവത പാരായണവും പാരായണത്തിന്റെ ശ്രവണവും കൊണ്ട് ഹൃദയത്തിലുള്ള മലിനമായ വാസനകള് എല്ലാം നശിക്കും. ഹൃദയത്തിലുള്ള ഇരുട്ടിനെ നശിപ്പിക്കുന്ന ആ ശ്രീ വാസുദേവനില് ഇളക്കമില്ലാത്ത ഭക്തി ഉണ്ടാവും. ജ്ഞാനം അനുഭവത്തിൽ വരുമ്പോ അമംഗളങ്ങളൊക്കെ നശിക്കും. ശ്രവണം കൊണ്ട് മിക്കതും നശിക്കും. തടിച്ചു കൂടിയിരിക്കുന്ന ആഗ്രഹാദികളൊക്കെ ക്ഷയിച്ചു വരും. ഭക്തി അങ്ങനെ ഉണ്ടാവും. ഭക്തി കൊണ്ട് ജ്ഞാനം ഉണ്ടാവും. ജ്ഞാനം കൊണ്ട് ആനന്ദവും അനുഭവമായിട്ട് വരും എന്ന് പറയുന്നു. ഭക്തിക്ക് ഇളക്കമില്ലാതാകുമ്പോ രജസ് തമസ് എന്ന ഗുണങ്ങളും അവയിൽ നിന്ന് ജനിക്കുന്ന അമംഗളങ്ങളായിട്ടുള്ള കാമലോഭാദി വികാരങ്ങളും നശിക്കും. അങ്ങനെ വരുമ്പോ അതുകൊണ്ടൊന്നും ദോഷമില്ലാതാവും. അപ്പൊ സത്വഗുണത്തിൽ ഉറച്ചിരിക്കുന്ന മനസ്സിന് ചാഞ്ചല്യം എന്നുള്ള ദോഷം നീങ്ങിയിട്ട് പ്രസാദിക്കും. ഇളക്കം മനസ്സിന് ഉണ്ടാവാതിരിക്കുന്നത് തന്നെയാണ് പ്രസാദം എന്ന് സാരം.